എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകുന്നതിനായിട്ട് അവസരം ആരംഭിച്ചു. അപ്പോൾ ഇതുവരെ ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 2000 രൂപ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതിനുശേഷം മാത്രമാണ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്ത ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഏകദേശം 2000 രൂപയോളമാണ്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടക്കുകയും അടച്ച ശേഷം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള പേജിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകാനായിട്ട് അടക്കുന്ന ആ ഒരു ഫീസ് നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു അഡ്മിഷൻ്റെ ഫീസിനോടൊപ്പം ചേർക്കുകയും ആ ഒരു ബാക്കി ഫീസ് മാത്രം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷനായിട്ട് അടച്ചാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അടക്കുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അടക്കുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തെ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ എയ്ഡഡ്, സ്വയംഭരണ എയ്ഡഡ്, അതുപോലെ സർക്കാർ കോസ്റ്റ് ഷെയറിംഗ്, സ്വകാര്യ സ്വാശ്രയ സ്വയംഭരണ, സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും സർക്കാർ സ്വകാര്യ സ്വാശ്രയ ഫാർമസി കോളേജുകളിലേക്കും ആണ് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷനുകൾ ക്ഷണിക്കുന്നത്. 2024 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായിട്ട് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 5/8/2024 രാവിലെ 11 മണി വരെ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിജ്ഞാപനം ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വിജ്ഞാപനം കൂടി ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കാം. ജസ്റ്റ് ഈ ഒരു പത്രക്കുറിപ്പിലുള്ള സെയിം ഇത് തന്നെയായിരിക്കും ഇതിലും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വിജ്ഞാപനം പരിശോധിക്കുക. വിജ്ഞാപനത്തിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അതായത് 29/7/2024 വെബ്സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അതുപോലെ അഡ്മിഷനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 5-ാം തീയതിയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 4-നും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് താൽക്കാലിക അലോട്ട്മെൻറ്റ് വരുന്നത് 7-ാം തീയതിയും അത് ഓഗസ്റ്റ് 7-നും ഓഗസ്റ്റ് 8-നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് അവർ 8-ാം തീയതി മുതൽ 12-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് അലോട്ട്മെൻറ്റ് ഷാൽ ഹാവ് ടു പേ ദ ഫീസ് ടു ദ അതായത് എൻട്രൻസ് കമ്മീഷണറുടെ പേരിലേക്ക് അടക്കേണ്ട പൈസ ഉണ്ടാവും. ആ ഒരു പൈസ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എത്രയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അത് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് നിങ്ങളുടെ ഓപ്ഷനുകളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓപ്ഷൻ വൺസ് ലോസ്റ്റ് വിൽ നോട്ട് ബി അവൈലബിൾ ദ നെക്സ്റ്റ് ഫേസ്, അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കോളേജുകളാണ് ഉള്ളത് എന്നുള്ളതും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാൻഡറ്ററി റിസർവേഷൻ അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്കുള്ള റിസർവേഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വഴി ഏകദേശം 50% സീറ്റ് ഫില്ല് ചെയ്യുകയും ബാക്കി റിസർവേഷൻ വഴി ഏകദേശം ബാക്കിയുള്ള 50% വിവിധ വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് വിദ്യാർത്ഥികൾ 2000 രൂപയാണ് അടക്കേണ്ടി വരിക. അതിനുശേഷമാണ് ഓപ്ഷൻ നൽകാനുള്ള പേജ് വിദ്യാർത്ഥികൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീചിത്ര ഹോം അതുപോലുള്ള കുറച്ച് ഹോംസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 500 രൂപ മാത്രമാണ് അടക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ എത്രയാണ് അടക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാകും. അത് പരിശോധിച്ച് നിങ്ങൾ എത്ര രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടക്കേണ്ടത് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിൽ 8650 രൂപയാണ് ആകെ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അതായത്
ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് വിശദമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, കാരണം വിവിധ കോഴ്സുകൾക്ക് വിവിധ ഫീസുകൾ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളതും പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പരിശോധിച്ച് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.